നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും, പിന്നുള്ളത് 3000 രൂപയുടെ സാമൂഹ്യ പെൻഷനായിരുന്നു. അത് നമുക്ക് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കഴിഞ്ഞ മെയ് 15 BJPയുടെ മഹിളാ വിഭാഗം അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി സമരം നടത്തുകയുമുണ്ടായി. എന്നാൽ അത് ഗവൺമെന്റ് ആ സമയത്ത് അധികാരമേറ്റിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ സമരത്തെ ഞാൻ അപലപിച്ചിരുന്നു. കാരണം അത് നടത്തുവാൻ പാടില്ല. ഒരു ഗവൺമെന്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് അവർ ആ സമരം നടത്തിയത്. പിന്നീട് ഗവൺമെന്റ് പറഞ്ഞു ജൂൺ 15 അത് നടപ്പാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ജൂൺ 15 എന്നുള്ളത് ആ ഓഗസ്റ്റ് 15 നീട്ടിയിരിക്കുന്നു എന്നാണ്. ഈ ഓഗസ്റ്റ് 15 എന്നുള്ളത് സ്വാതന്ത്ര്യ ദിനത്തിന് സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടിയല്ല. ഇത് വീണ്ടും അതേപ്പറ്റി അവർ ആലോചിക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന്. ഈ സൗജന്യ യാത്രയെപ്പറ്റി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് പ്രായോഗികമായ ഒരു വിഷയം അല്ല എന്ന്. കാരണം സാമ്പത്തികപരമായ കാര്യങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നടത്തുവാൻ സാധിക്കുകയില്ല. അതിനൊരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അഥവാ ഇവർ ഒരു ബസ് ഇട്ടാലും ഇവർ പറഞ്ഞ വാഗ്ദാനത്തിൽ വെള്ളം ചേർക്കും. സ്ത്രീകൾക്കായിട്ട് എന്തെങ്കിലും ഒരു ബസ്സിൽ ഒരു കളർ അടിച്ചിട്ട് ഇത് സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ്സാണെന്നും പറഞ്ഞ് ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ നിന്നും 1-2 ബസ്സുകൾ സാങ്ഷനാക്കി കൊടുക്കും. അത് കേരളം മുഴുവൻ സഞ്ചരിക്കുന്നുവെന്നും ആയിരിക്കയില്ല. തൊട്ടടുത്ത ഡിപ്പോ വരെയോ വല്ലതും പോകുന്ന ഒരു ബസ്സായിരിക്കും. അടുത്ത വാഗ്ദാനമായിരുന്നു 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി. ഈ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി എത്ര കോടി രൂപ പ്രീമിയം സർക്കാർ അടയ്ക്കണം? ഒക്കുന്ന കാര്യമാണോ? അല്ല. അതും നടക്കുകയില്ല. അഥവാ എന്തെങ്കിലും കാരണവശാൽ ഈ പ്രീമിയം, ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പായാൽ കേരളത്തിലെ എത്രയോ മെഡിക്കൽ കോളേജുകളും എത്രയോ ഗവൺമെന്റ് ആശുപത്രികളും ഹെൽത്ത് സെന്ററുകളും ഇതെല്ലാം നിർത്തലാക്കേണ്ടി വരും. കാരണം ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രീമിയം ലഭിച്ച ഒരാൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല. അവർ നേരെ പോകുന്നത് ഏറ്റവും സൗകര്യമുള്ള പ്രൈവറ്റ് ആശുപത്രികളിലായിരിക്കും. അപ്പോൾ ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, അത് ആര് എന്ത് എന്ന് എടുത്തു പറയാതെ എല്ലാവർക്കും അറിയാം. ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആയിരക്കണക്കിനാണ് ജീവനക്കാർ ഉള്ളത്. അതിന്റെ വിലമതിക്കാനാവാത്ത കെട്ടിട സമുച്ചയങ്ങൾ, ഇതെല്ലാം ഇല്ലായ്മയായി പോകും. ഇതും പ്രാവർത്തികമാകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അത് കമന്റിലൂടെ നിങ്ങൾ ഞാനുമായി പങ്കുവച്ചാൽ അത് മറ്റൊരാൾക്ക് കൂടി ആ അറിവ് പകരുവാൻ സാധിക്കും. ഇന്ന് സൗജന്യ KSRTC ബസ് യാത്രയും സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയും പ്രാവർത്തികമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദയവായി നിങ്ങൾ കമന്റ് ചെയ്യണം. ഒരു കാരണവശാലും കമന്റ് ചെയ്യാതിരിക്കരുത്. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫോളോ കൂടി ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നമസ്കാരം.